തെറ്റാ പറയാൻ പോണേ. തന്റെ വീട്ടിലെ അതെങ്ങനെ തന്നെ കാൽക്കുലേറ്റർ തെറ്റാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് 10 ഇത് 4 പോകുമ്പോ തന്നെ 6 വരുത്തുള്ളൂ. കാൽക്കുലേറ്റർ തെറ്റാടാ. അതാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതാണ് ഇൻസ്റ്റാൾ ചെയ്ത് വേറെ കാൽക്കുലേറ്റർ, കൊമ്പൻസ് കാൽക്കുലേറ്റർ. എടാ എന്താണ് നിനക്ക് വയ്യേ? എന്താ നിന്റെ പ്രശ്നം? ഇവിടെ കാൽക്കുലേറ്റർ കൂട്ടിയത് ഇത് ഇനി ജക്ടർ കാൽക്കുലേറ്റർ വരണം. ഹേ ഗയ്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് മാത്തമാറ്റിക്കൽ ചാലഞ്ച്. ശരിയാ, ബ്രോയിന്റെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മൾട്ടിപ്ലിക്കേഷനിൽ കുറെ പറഞ്ഞത്. ഇന്ന് മൾട്ടിപ്ലിക്കേഷനിൽ കലക്കണം കേട്ടാ. പൊളിക്കും. ടീമല്ല, ഇവന് കുറെ നാളെ കേൾക്കാറില്ലേ, ഇവന് മാത്തമാറ്റിക്സ് ചലഞ്ച് വേണം മാത്തമാറ്റിക്സ്. ഇയാളെ മാത്തമാറ്റിക്സിൽ എനിക്ക് ആ ഇച്ചിരി അറിയാവുന്ന മാത്തമാറ്റിക്സ് നമുക്ക് സിനിമ തീരെ അറിവില്ല. ഓക്കെ, അതെ. എന്തായാലും നമുക്ക് നേരെ വീഡിയോ വെക്കാം. അപ്പൊ എന്താ ചലഞ്ച് എന്നുള്ള റൂൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് കുറെ നമ്പേഴ്സ് ഉണ്ട്. ആൻഡ് നമ്മുടെ കയ്യില് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് ഡിവിഷന്റെ ലോട്ട്സും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ലോട്ട് എടുക്കുന്നു, അതിനകത്ത് 2 നമ്പേഴ്സ് എടുക്കുന്നു. ഏതാണ് കിട്ടുന്നത് അത് വെച്ചിട്ട് അതിന്റെ ഉത്തരം കിട്ടണം. സോർട്ട് ചെയ്യാം, മനസ്സിലായോ? ഫസ്റ്റ് എടുക്കുന്നതിന് മറ്റേ ഇപ്പൊ ഡിവിഷൻ കിട്ടിയെന്ന് വെച്ചോ, ഫസ്റ്റ് എടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതിനകത്ത് സെക്കൻഡ് നമ്പർ ഡിവൈഡ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ വെക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ, ഏതാ വേണ്ടതെന്നുള്ളത്. ഇതാണ് തുടങ്ങിക്കോ. ഏതാ? വാട്ട് വാസ് ദാറ്റ്? മൾട്ടിപ്ലിക്കേഷൻ ഗൈസ്, മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം വന്നിരിക്കുന്നത്. ആൻഡ് ഒരു നമ്പർ ബ്രോ 111. ഞാൻ നോക്കി 777. 7 സംഭവം മനസ്സിലായില്ല. ആദ്യമേ ഗ്രാമം ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടില് 777 ആയിരുന്നു ആൻസർ. കറക്റ്റ് അല്ലേ? വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ. ഓ ഗൈസ്, ഞാനും ഇവനും കൊമ്പന്റെ സന്തോഷം കണ്ടോ? 477. 980 ഇങ്ങനെ നീ വെച്ചോ. 5 5 മുതൽ 6 8 മുതൽ ചൊവ്വോട് രഞ്ജുമതി അത് തന്നെ. 3816 അല്ലേ? ഞാൻ പകുതി എത്തിയതായിരുന്നു. തന്റെ 24 പോയി. എന്താ നോക്കുന്നത്? കാൽക്കുലേറ്റർ ഇവിടെ. എന്ത് ബ്രോ ആദ്യം എന്താ എന്നോട് ചോദിച്ചില്ല? ഞാനല്ലോ കളിച്ച് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് റിപ്ലൈ തരുന്നത്. നെക്സ്റ്റ് ആണ് എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് എടുത്തോ, നിങ്ങൾ 9 12 അല്ല -13. -13 വരത്തുള്ളൂ ബ്രോ. അതെങ്ങനെ? എത്രയായിരുന്നു ബ്രോ? 12. അതെങ്ങനെ 12 തന്നെ? കൂട്ടാൻ പറ്റിയില്ല. കൈവയ്ക്കപ്പോ ഞാൻ അതെന്താ നിങ്ങൾ എനിക്കൊരു കോമ്പറ്റീഷൻ തന്നേ? കൊമ്പന് കോമ്പറ്റീഷൻ. ഓക്കെ, രണ്ട് 1-3 ആയിരുന്നല്ലേ? സോറി. മൈനസ് ബ്രോയുടെ 624. 555. അത് ഇങ്ങോട്ട് കഴിഞ്ഞു. 69 അല്ലേ? ഞാൻ ആദ്യം 79 അല്ലേ? 69 ആയിരുന്നു. ഇനി സെലക്ട് ചെയ്യേണ്ടത് ആരാ? ബ്രോ അല്ലേ? നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് ഡിവിഷൻ പ്ലസ്. അത് പ്ലസ് ആയിരുന്നു. 620. 620. 37. 657. 437. 437 ആണോ? അത് താഴെ അത് 457. 1057.
ഞാനേ ഞാൻ നോക്കിയപ്പോ ഇത് 37 മാത്രമേ ഉണ്ടുള്ളൂ. 4 ഞാൻ ഇതിന്റെ പെട്ടെന്ന് പറയാം. ഞാൻ 37 മാത്രമേ ഉണ്ടുള്ളൂ. 1057. ഡിവിഷൻ അല്ലേ? ഡിവിഷൻ എന്താണോ സബ്സ്ട്രാക്ഷൻ ഇത് മാത്രം നീ അത് ഈ പ്രാവശ്യം ഞാനും ക്രിസ്തു 15 600. ആ 575. അല്ല -585 അല്ല ഇതിന് ആരെടുക്കണ്ടേ? അടുത്ത കൊമ്പൻ ഞാൻ തന്നെ. കൊതുക ഓ ഡിവിഷന്റെ ഡിവിഷൻ ഇടക്കേറ്റ് വെച്ചേക്കോ. ഡിവിഷൻ ആണ് 33 അയ്യോ 350. 350. ഇതിങ്ങനെ ഒന്ന് വെക്കടേ. തെറ്റാ പറയാൻ പോണേ. തന്റെ വീട്ടിലെ കേട്ടപ്പോ ഇങ്ങനെ 0.09 പോയിന്റ് 0.8 അല്ലേ? എനിക്ക് 0.1 ആണോ എന്നാണ് 350 ഡിവൈഡ് ബൈ 3. അല്ല 33 ഡിവൈഡ് 350. അതല്ലേ ഞാൻ പറയാം 33 ഡിവൈഡ് ബൈ 350. 33 മുകളിലും താഴെ 350. ആ ഇങ്ങനെ പോടോ പ്ലസ് 4. ഞാനാ 7. എനിക്ക് പൊക്കാൻ സമയമില്ല. അതാണ് ഞാൻ തുറക്കുമ്പോഴേക്കും നീ ആക്കിയത്. അപ്പൊ നമ്മളെല്ലാരും അങ്ങനെ തുറക്കുന്നില്ല ബ്രോ. അല്ല അതാ ഞാൻ ഒരു കൈ കൊണ്ട് ബ്രോ എന്തിനാ അങ്ങനെ ആ പിന്നെ എനിക്ക് പൊക്കണ്ട ഇതും കൂടി വരും. തുറക്കണമെന്നേ. ഞാൻ ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞു അവരെ കൂടെ കാണിക്കാനാ പറഞ്ഞത്. ഞങ്ങൾ കണ്ടതല്ലേ? അപ്പൊ എനിക്ക് തുറന്നു 7 437 ഗോവിന്ദൻ ഡിവിഷൻ വന്നാലേ കുറച്ച് ടഫ് വരത്തുള്ളൂ. ഡിവിഷൻ താഴെ കിടപ്പുണ്ടോ? അത് മറ്റേ തരം ഡിവിഷൻ എടുത്തത് കുഴപ്പമില്ല. ഡിവിഷനാടാ 19 ഡിവൈഡഡ് ബൈ 90 ആണ്. 90 എന്ന് പറഞ്ഞു 90 എന്ന് പറഞ്ഞാൽ ഇവരെ തെറ്റിക്കാൻ വേണ്ടിട്ടാണ്. ഇത് മറ്റേ പേപ്പർ. 30 90 ഡിവൈഡ് ബൈ 3 ആണ് പറഞ്ഞത്. 30 നീയല്ലേ കൊമ്പന്റെ മൊത്തം പ്രസാദം കണ്ടോ? എത്ര 70 മൈനസ് 4 എടുക്കണം. 444 70 മൈനസ് 444 മൈനസ് മൈനസ് 376. മൈനസ് 366 മൈനസ് 366 അതന്നെ പറഞ്ഞത്. 374 ആണോ? വെറും 374 പറഞ്ഞു. മൈനസ് 374 അല്ലല്ല മൈനസ് 374. ഇല്ല അത് പറഞ്ഞിട്ടില്ല. മൈനസ് 374. അതിൽ പിടിച്ചങ്ങ് പറഞ്ഞതാ. അതല്ലേ 70 മൈനസ് നീ എന്തിനാ ഉത്തരം പറഞ്ഞു കൊടുക്കണം? അത് ശരിയല്ല. അല്ല അത് assumption പറഞ്ഞതാ, ഞാൻ പിടിച്ച് കരുതാ. 70 മൈനസ് 44 ആ അപ്പൊ എത്ര വന്നേ? അതെങ്ങനെ വന്നെ? ഇനി 444. 70 മൈനസ് 444 നൂറ് നോക്കിയാ കാൽക്കുലേറ്റർ തെറ്റാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് 10 ഇത് 4 മുമ്പ് തന്നെ 6 വരത്തുള്ളൂ. ആ കാൽക്കുലേറ്റർ തെറ്റാടാ. അതെന്താ അങ്ങനെ? കാൽക്കുലേറ്റർ തെറ്റാ. സോറി. മുന്നൂറ്റി അതാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നത് വേറെ കാൽക്കുലേറ്റർ. കൊമ്പൻസ് കാൽക്കുലേറ്റർ. അല്ല അത് എന്റെ മിസ്റ്റേക്ക്. ഇൻറ്റു 300 കാണിച്ച 19 5700. കറക്റ്റാ. ഞാനേ 61 കാണിച്ചു കൊടുത്തിയ ഇവിടെ കാൽക്കുലേറ്റർ കൂട്ടിയാ ഇത് ഇനി ജക്ടർ കാൽക്കുലേറ്റർ വരണം. എന്തേനു ഇത് ഞാനായിപ്പോ എടുത്തത്. ഇവരോട് മൈനസ് 8 മൈനസ് 999 991. ആ തെറ്റിപ്പോയി. മൈനസ് 991. ശരിയാ. പറയടാ പടപടാന്ന് പറയാം ഞാൻ.
അപ്പൊ നമ്മുടെ ബോളിനകത്ത് ഐറ്റംസ് എല്ലാം തീർന്നു. ഇനി മുതൽ ക്രൂവിന്റെ ടാബിൽ കാണിക്കാൻ പോവാന്നാണ് കേട്ടത്. അപ്പൊ കുറച്ചുകൂടെ ടഫ് സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ടഫ് ആകപ്പാടെ കൈപ്പൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല മരിക്കോ മട് ആകപ്പാടെ കൈപ്പൊക്കെ രണ്ടെണ്ണം പോരട്ടെ. പോയി. അയ്യോ നിക്ക് അയ്യോ നിക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു പോയി. അപ്പൊ ഞാൻ എന്താണ്ട് 4 കൈ മാറ്റിക്കേ. മറ്റേ സാധനം ഉണ്ട്. 4 എല്ലാം കൂട്ടി പക്ഷെ ഇപ്പഴത്തെ കണക്ക് ഓർമ്മ 1426. അയ്യോ 1426. 1426 എത്ര? പിന്നെ വെയിറ്റ് എത്രന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈ പറയും കേട്ടാ. 72 അല്ലേ? ഓക്കെ 672 × 12. എനിക്ക് കൂട്ടി പകുതി എത്തിയതാ മൂട് പോയി. ഇതെന്തോ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. എല്ലാം പോയി എല്ലാം പോയി. ഞാൻ ഒരു ഞാൻ പറഞ്ഞില്ലേ പണ്ട് അബാക്കസ് മേപ്പ് അതങ്ങ് നേരെ പഠിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ഈ സാധനം ഭ്രാന്ത് പിടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. എടാ എന്താടാ നിനക്ക് വയ്യേ? എന്താ നിന്റെ പ്രശ്നം? 4624. 4000 അല്ലടോ. ഞാൻ കറക്റ്റ് ആക്കിയതാ. ഞാൻ CBSE പഠിച്ചത്. അപ്പൊ ഞാനുണ്ടല്ലോ ഞാൻ ക്ലാസ് പഠിച്ചിട്ട് ഞാൻ ഈ സാധനം വെച്ച് കൊച്ചു കൊച്ചു കാഴ്ച ഇറക്കി വിട്ടേ. ചാർജ് 1455 മൈനസ് ഡിവൈഡ് ബൈ 4000. പക്ഷേ കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് ഇവിടെ എല്ലാം കിടന്ന എന്റെ മൈൻഡ് ഇത് നിങ്ങളും ആലോചിക്കണ്ട. 674 × 5004 × 3004 × -4000 2 സ്ക്വയർ + 2ab എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒന്നും കൂടെ ആലോചിക്കാം. 1344 8064 അല്ലേ? ഞാൻ കണ്ടുപിടിച്ചു 2 സെക്കൻഡ് കൊണ്ട്. കറക്റ്റ് ആണോ? ഉത്തരം പറയാൻ 2 സെക്കൻഡ് ഉദ്ദേശല്ലേ? നെക്സ്റ്റ് വൺ 672 × 12 അല്ലല്ലോ. ഇതാണ് ആൻസർ. 5567 പ്ലസ് 543. ഞാൻ ബി പറയണ്ട. കൈ വെക്കിയതാണോ? പോടാ 12110. കറക്റ്റ് അല്ല. 12110. അല്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ. ഒന്നുകൂടെ വേണമെങ്കിൽ നോക്കിക്കോ കേട്ടോ. 12110. കറക്റ്റ് അതാ ഞാൻ പറഞ്ഞ കറക്റ്റ്. ഏത്? അപ്പൊ അങ്ങനെ ഗൈസ് കൊമ്പനാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത പറട്ടെ. നെക്സ്റ്റ് വൺ 4.67. 4.67 467 അല്ല. എനിക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയാലും എനിക്ക് ഉത്തരം പിടിക്കാൻ പറ്റും. പോയിന്റ് ഒന്നും എനിക്ക് പറ്റത്തില്ല. കൊങ്ങനെ കാണിക്കരുത്. എനിക്ക് പോയിന്റ് ഇട്ടപ്പോൾ എനിക്ക് ഉത്തരം കിട്ടത്തില്ല. കറക്റ്റ് നോക്കി ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയത്. അറിയത്തില്ല. 1.99 അല്ല. ഇതുണ്ടല്ലോ, ഇത് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കൊണ്ടൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ ഞാനൊക്കെ പണ്ട് CBSE പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പുറകെ പച്ചുള്ളൂ പറഞ്ഞു. അത് വേണ്ട, അതൊക്കെ എൻ്റെ ഫ്രണ്ടിൽ ഞാനൊക്കെ ഉണ്ടല്ലോ മാത്സ് വിത്ത് ജീനിയസ്. ജീനിയസിന് ഇഷ്ടമല്ല. 12.0. 12.1 പറഞ്ഞു. 12.1. 12 പറഞ്ഞു. 2 പറ. എടാ 12.0 എന്നാ പറഞ്ഞു. 11 ഉറപ്പാ. എന്നാ പറയാം അങ്ങോട്ട് 11 പറഞ്ഞാലും മതി. എടാ 11 അല്ല. 11 ആവുമ്പോ തന്നെയാണെങ്കിൽ 5000 ആവത്തുള്ളൂ. പിന്നെ ഉണ്ട് 467. അപ്പൊ 12.34 വരും. അല്ല 234 അതിനകത്ത് ഏതിനും വരും. വാദ്യാര് സ്വല്ലത്ത് കേട്ടത്തില്ലേ? ചുമ്മാ 11 കറക്റ്റ് അത് പിടിച്ചു. എന്താ വാദ്യാര് പറ. തെറ്റാണ്. തെറ്റാ. കാൽക്കുലേറ്റർ തെറ്റാ. ഇവൻ പറയുന്നത് ശരി. ബ്രോ കാൽക്കുലേറ്റർ കണ്ടില്ലേ?
ഇവിടെ ഞാനാലോചിക്കണം എന്തെങ്കിലും താങ്ക് യു. 56,890 ആ. 4 3 കൈ മാറ്റി കാണിച്ചോളാം. $53,347. കറക്റ്റ് Correct ആണോ? ആണോ? നോട്ടെ കറക്റ്റാ. Correct ആണോ? ആ, അങ്ങനെയാണ് തിരിച്ചു. ബ്രോ നിന്റെ പകുതി പോയിന്റുകൾ ഞാൻ എടുക്കും. ബ്രോ അങ്ങനെ അല്ലല്ലോ തുടക്കം പറഞ്ഞേ. ബ്രോ അങ്ങനെ അല്ലല്ലോ തുടക്കം പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാ. നീ ആരും രാമാനുജനാ തേങ്ങയാ. ടൈം എടുത്തിട്ടായാലും പ്ലേറ്റ് മറിച്ച് ടൈം എടുത്തിട്ടായാലും ചെക്ടർ പ്ലേറ്റ് മറിക്കും. ആ ഇത് കറക്റ്റായി. ഇത് പൊരിച്ചു. ഞാൻ പറഞ്ഞത് ബ്രോയ്ക്ക് എന്താ പറ്റിയ ബ്രോ ഇന്ന്? എനിക്ക് എന്താന്ന് അറിയില്ല. ഞാൻ ബ്രോയ്ക്ക് അല്ലെങ്കിൽ ടെൻഷനായിട്ട് നിൽക്കുക. അതുകൊണ്ട് എനിക്ക് ഒന്നും വർക്കാവണില്ല. അന്ന് രാത്രി എനിക്ക് 7+3 എത്രയാന്ന് പോലും അറിയാൻ പറ്റില്ല. മാത്രം ടെൻഷനാ. ഞാൻ എന്റെ ഒരു മിനിറ്റ് ബ്രോ ഇത് ജയിക്കുകയാണെങ്കിൽ ഇത് കണക്ക് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ ഈ ചലഞ്ച് ഫുള്ള് ജയിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ ശരി. പട്ടി പറയാ എങ്ങനെ പക്ഷെ ഞാൻ ഇതുവരെ എന്റെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ഞാൻ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്നിട്ടോ? ഓക്കെ 54,600 മൈനസ് 78,500 54 അല്ലല്ലോ 45,000 എന്നാണോ പറഞ്ഞേ? 54,000 എന്നാ താൻ പറഞ്ഞ പോയെന്ന് എന്തെന്നാ പറയണ 45,600 മൈനസ് 78,542 എഴുന്നല്ലോ ടിപ്പ് പോകും. അപ്പോൾ അവിടെ 10 ആവും, ഇവിടെ 9 ആവും. -33,058. ആ ഏരിയയിലേ ഇല്ലെന്ന്. -2,2,9,4,2 ഇത് പിടിച്ച് മേലെ ഇടാം. -2,2,9,4,2 2,2,9,4,2 ഒന്ന് പോടാ. 33,000 ചേട്ടൻ 33,058 ഞാൻ പറഞ്ഞത്. 33,000 വരൂടാ. നെഗറ്റീവ് 33,058 പറഞ്ഞു. കണ്ണാടി നെഗറ്റീവ് 33,088. 45 നിക്ക്, എല്ലാരും പോയി. ഇവരും പറഞ്ഞു 22,000 വരത്തുള്ളൂ. 32,000. എന്നാലും 32,058. അതല്ല 30,000 വരില്ല. 29 സംതിങ് വരത്തുള്ളൂ. നെഗറ്റീവ് 32,058 പറ. മണ്ടത്തരം കാണിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞിട്ടെ. ഞാൻ പറഞ്ഞ 2 അങ്ങനൊന്നും പറയാൻ പറ്റില്ല. 32. എടാ ഞാൻ 3, 2, 9, 4, 2 3, 2, 9, 4, 2 3, 2, 9, 4, 2 3, 2, 9, 4, 2 മൈനസ് വേണം. പറ താൻ പറ വേണമെങ്കിൽ -3, 2, 9, 4, 2. കറക്റ്റാണോ? താങ്ക് യു ഗോപാൽ. എന്റെ ഞാൻ 22 പറഞ്ഞു ആദ്യമേ. താൻ എങ്ങനെ കൂട്ടിയത്? താനെന്ത് കൂട്ടറ കൂട്ടിയേ? മനസ്സിലാവാത്ത അതിനകത്ത് അത് കുറച്ചിട്ട് 78 45 കുറച്ചാൽ അതല്ല അത് ചെക്കാണെന്ന് പറഞ്ഞു. എനിക്കത്രയാ. അപ്പൊ ഈ ചലഞ്ചിന്റെ വിന്നർ എന്ന് പറയണത് നമ്മുടെ സ്വന്തം കൊമ്പനാണ്. അതെ 4 ഇട്ട് വെച്ചേക്കെ. ഞാൻ കണ്ടായിരുന്നു 5 ഇട്ട്. അപ്പൊ എത്തിയില്ലല്ലോ ബ്രോ. 4 ഉള്ളല്ലോ. കൊമ്പന് 10 പോയിന്റ്, എനിക്ക് 4 പോയിന്റ്, ക്രിസിന് 1 പോയിന്റ്, ഗോവിന്ദന് 3 പോയിന്റ്. അപ്പൊ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് കൊമ്പനാണ്, മാത്തമാറ്റിക്സ് ചാമ്പ്യൻ. സന്തോഷിക്കാൻ സമ്മതിക്കണല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് ചടഞ്ഞ്? എങ്ങനെയുണ്ട്? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.